ഹമാസ് നേതാക്കളെ ഖത്തറിൽ നിന്ന് നാട് കടത്തിയില്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും ഖത്തറിനെ ആക്രമിക്കുമെന്ന രീതിയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അന്ത്യശാസനം വന്നു. ആ വിവരങ്ങളുമായി ബിബി ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ജെയിംസെ, കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ നീങ്ങുന്നുണ്ടല്ലോ? കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീങ്ങുന്നുണ്ട്. പക്ഷെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ അത്ര ഗുണകരമല്ല എസ്കെൻ. അതാണ് പ്രശ്നം. എങ്കിൽ പിന്നെ അത് പറഞ്ഞോളൂ. എസ്കെൻ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഖത്തറിലെ ദോഹയിലാണ് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളൊക്കെ കഴിയുന്നത്. അതിനൊരു പ്രധാന കാരണം ഖത്തറിൽ ഇസ്രായേലോ അമേരിക്കയോ ആക്രമിക്കില്ല എന്നുള്ളൊരു ഒരു ഉറപ്പാണ് അതിന് കാരണം. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു, ഇനി ഖത്തർ ഹമാസിൻ്റെ നേതാക്കളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ, നാട് കടത്തിയില്ലെങ്കിൽ അവരെ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള രീതിയിൽ തന്നെ ഇത് വന്നിരിക്കുന്നു. അപ്പോൾ ഖത്തറിന് ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഖത്തർ ഇസ്രായേലിൻ്റെ നടപടികൾ കടുത്ത എതിർപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും തങ്ങൾ മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നും ഖത്തർ പറയുന്നുണ്ട്. ഖത്തറിന് പിന്തുണ അറിയിച്ച് കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. UAE ഭരണാധികാരി തന്നെ ഷെയ്ഖ് അൽ നഹ്യാൻ തന്നെ നേരിട്ട് എത്തി തങ്ങളുടെ പിന്തുണ ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ നിന്നും അതുപോലെ തന്നെ തുർക്കിയിൽ നിന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നേതാക്കളെ ഖത്തറിൽ ദോഹയിലെത്തി അവിടുത്തെ ഷെയ്ഖ് അൽത്താനിയുമായിട്ട് കൂടിക്കാഴ്ച നടക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എസ്കെൻ ഏറ്റവും പ്രത്യേകതയുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ ഷെയ്ഖ് അൽത്താനിയെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഈ ആക്രമണത്തെ അപലപിച്ചു. ഇതാദ്യമായിട്ടാണ് ഇസ്രായേലിനെതിരെ ഇന്ത്യ ഒരു നിലപാടെടുക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഒരു വളരെ തന്ത്രപ്രധാനമായിട്ടൊരു രാജ്യമാണ്. അമേരിക്കയുമായും ഗൾഫ് രാജ്യങ്ങളുമായും എല്ലാം ബന്ധം സൂക്ഷിക്കുന്ന വലിയ തന്ത്രപ്രധാനമായ രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ഖത്തറിൻ്റെ ഷെയ്ഖിനെ വിളിച്ച് അമീറിനെ വിളിച്ചൊക്കെ സംസാരിക്കാൻ തയ്യാറായി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോട് ഇത് വേണ്ട, ഞങ്ങളിതിനെ അനുകൂലിക്കുന്നില്ല. ഉക്രൈൻ യുദ്ധത്തിലും ഇന്ത്യ ഈ നിലപാട് പുടിനോട് പറഞ്ഞിരുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം, ഇന്ത്യ ആക്രമണത്തിൻ്റെ ഭാഗത്തല്ല എന്നുള്ള നിലപാടെടുത്തിരുന്നു. പൊതുവെ പക്ഷേ ഇസ്രായേലിനെ UN ഫോറത്തിൽ സാധാരണ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കാറില്ല. പൊതുവെ ഒരു നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഖത്തറിനെ ആക്രമിച്ച കാര്യത്തെ ഇന്ത്യ അനുകൂലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അപലപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു വ്യത്യസ്തമായൊരു നിലപാടായിട്ട് കാണാവുന്ന എസ്കെൻ. അതിനിടയിൽ ഇസ്രായേലിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണം ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിരവധി പേർ ഈ ദിവസവും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ ഗസ പിടിച്ചടക്കുമെന്നുള്ള രീതിയിൽ അവരുടെ കരസേനയും വ്യോമസേനയും മുന്നോട്ട് പോവുകയാണ്. റെയ്ഡുകൾ നടക്കുന്നു, പട്ടിണി മരണം കൂടുന്നു. ഗസ ഒരു തരത്തിൽ ഇസ്രായേലിൻ്റെ പിടിയിൽ തന്നെയാണ്. 80% പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലാണ്. എന്നാലും അവിടെ തിരിച്ചുള്ള ഫൈറ്റും നടക്കുന്നുണ്ട്. ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് വാർത്ത. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ മാത്രം അവിടെ കാര്യമായിട്ടുള്ള മാധ്യമപ്രവർത്തകരൊന്നും അവശേഷിച്ചിട്ടില്ല. പ്രാദേശിക ലേഖകരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശ മാധ്യമപ്രവർത്തകർക്ക് ഗസയിലേക്ക് അവരെ അവിടേക്ക് വിടുന്നില്ല. അതുപോലെ തന്നെ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണവും ഇസ്രായേൽ തുടരുന്നുണ്ട്. ലെബനനിൽ സംഘർഷമുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എസ്കെൻ, ഈ മിനി ബാബു ഒരു സംശയം ചോദിക്കുന്നു കേട്ടോ. PP സാറിന് ഇന്ന് എവിടെയെങ്കിലും മഞ്ഞൾ കല്യാണ ഫംഗ്ഷനുണ്ടോ? മഞ്ഞ ഷട്ട കൈയിട്ട് സുന്ദരനായിരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു ഭീഷണിയെക്കുറിച്ച് ഒരാൾ പറയുന്നു, ഇബ്രാഹിം തോമസ്, PP വളരെ ചെറുപ്പമായിരിക്കുന്നു. നുണ പറയുമല്ലോ മനുഷ്യർ. അതാണ് പ്രശ്നം. വളരെ പാടുപെട്ടാ നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.